അശ്വതി ഡി എടി നമുക്ക് ഇലയപ്പം ഉണ്ടാക്കിയാലെന്ത്? എനിക്കിന്ന് ഇലയപ്പം തിന്നാൻ ഭയങ്കര കൊതി. അതിന് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇലയപ്പം ആവോ? ഇപ്പം മണി എത്ര ആവും? മണിയൊക്കെ 4:45 കണ്ടൊക്കെ ആയി. 5-5:30 മണിയാകുമ്പോൾ ഓക്കെ ആവൂലേ? 5:30 മണിക്ക് പോയാൽ മതി. ഇനി ഇല പറിക്കാൻ പോവാം. വാ, പിച്ചാത്തി എടുത്തോളണേ. എടുത്താ ഓക്കെ. ഈ മാവിൻ്റെ വീട്ടിലാണ് വന്നേക്കുന്നത്. നമ്മൾ മുന്നേ ഇട്ട കുറിഞ്ചിക്കുടി മാങ്ങയൊക്കെ ഉണ്ടല്ലോ, ഈ മാവിനെ പറിച്ചതാണ് കേട്ടോ. അത് മതി. ഇഷ്ടം പോലെ മറ്റേ മൾബറി പഴം ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ വെക്കേഷനായിട്ട് സാധാരണ പിള്ളേർ നിർത്താത്തതാണ്. എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിൽക്കണേന്ന് അറിയാൻ വയ്യ കേട്ടോ. തോനെ ഉണ്ട്. ആണ് എല്ലാം പഴുത്ത് നിൽക്കുന്നു. വലിഞ്ഞു കയറി വീഴരുതേ. ഇതിൻ്റെ ഇടയിൽ ഇത് എവിടെ നിന്ന് വന്ന്? പോടി പോടി. ഇതാണ് നമ്മുടെ വീട്. ഇതൊരു റെസിഡൻസി കണക്കാണ്. അപ്പുറം അപ്പുറം മുഖത്തോട് മുഖം നോക്കിയാണ് എല്ലാ വീടുകളും ഇരിക്കുന്നത്. ഇത് നമ്മുടെ കാട്ടാളൻ. ഈ ഡോറ് തുറന്ന് അടയ്ക്കാൻ അറിഞ്ഞുകൂടാ. ദൈവത്തോർത്ത് എൻ്റെ ഭർത്താവിന് ഡോറ് തുറന്ന ഉണ്ടോ, എല്ലാം തുറന്ന് മലത്തി അങ്ങ് ഇട്ടേക്കാണ്. അത് അടയ്ക്കണമെന്നറിയാൻ വയ്യ. ഇതിവിടെ ഡേ കെയർ തുടങ്ങാൻ പോണ. ഇത് എത്ര എണ്ണ ഇത്? ഫസ്റ്റ് നമുക്ക് തേങ്ങ തിരുവാം. എന്തേലും അതാണ് ഒരു പച്ചവെള്ളം കുടിച്ചണക്ക് ചെവച്ചത്. അതാണ് ഞാൻ പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോ 2 പേർ പാൽ അങ്ങനെയാണ് ഇരുന്നത്. നിങ്ങൾ രണ്ട് മഹത് വ്യക്തികൾ പറഞ്ഞെന്തരാണ് നിങ്ങൾ കടല പായസം വേണ്ട. ശരിയാക്കിയോ? ഈ തേങ്ങാപ്പാലും പശുപാലും അടയിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാലേ കൊള്ളാം. ഞാൻ വെച്ചോളാം. അങ്ങനെ എല്ലാം ശരിയാക്കി വെച്ച പിന്നെ അമ്മ കൊണ്ടാക്കാറിനോടി. ഒരാൾക്ക് ഓരോന്ന് മതി. ഓരോന്ന് എണ്ണി ഉണ്ടാക്കാം കേട്ടോ. ഒരു വാക്ക് ഒരു അധികം പോയേട്ടോ. ഒന്നാമത് ചൂടെടുത്ത് വിയർത്ത് കുഴഞ്ഞ് നിൽക്കണണ്ട. ഇതിന്റെ ഇടയിൽ ഇനിയിപ്പോ 10 എണ്ണം ഉണ്ടാക്കില്ല. ആൾക്ക് ഓരോന്ന്. ഞാൻ ആകെപ്പാടെ ഒരു തേങ്ങയെ പൊതിച്ചോളാം അമ്മ. തിരുവിയിടുന്നത് അരഞ്ഞിടുന്നത് ഒരു കണക്കല്ലേ. തേങ്ങ തിരുവി. തേങ്ങ തിരുവ അറിയാമോ? ലെറ്റ്സ് ഗോ ടു തേങ്ങ തിരുവി. അമ്മ പൂള് മനുഷ്യ ഇവിടെ ചൂട്. എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഏലക്ക ഇടണ്ടായിരുന്നു അവിടെ. കിട്ടൂലേ? മാവും ഉപ്പും തേങ്ങ പൂളരിഞ്ഞതും അല്ലേ?
മറ്റേ ആവി കയറ്റുന്ന പാത്രം വെളിയിലാണോ? പഴം വേണ്ടല്ലോ. അത് സ്നേഹമായില്ലേ ലൈല 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 ലൈല. നോക്കോ നോക്കും ഇറങ്ങി പോടി. പോവൂല. അയ്യോ ചന്തി കിട്ടുന്നില്ല, ഹാഫേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളെല്ലാം പരത്തി ഇതിനകത്താക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി ഗ്യാസ് ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാം. ഓക്കെ, ഓക്കെ. ഇനി കുറച്ച് സമയം ഇരുന്ന് വേവട്ടെ. അപ്പോൾ അവിടെ മൊത്തം ക്ലീൻ ചെയ്യാം. ക്ലീനിങ് പ്രോസസ്സിങ് ആണല്ലോ ഏറ്റവും കൂടുതലായിട്ടൊരു വീട്ടിൽ നടക്കുന്നത്. ഏറ്റവും എന്താ പറയുക, പാടുള്ള ജോലികളിൽ ഒന്നാണ് ഈ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. പാത്രം കഴുകണം, അലക്കണം, ഇതൊക്കെ ഭയങ്കര പാടുള്ള ജോലികളാണ്. നാടൻ പഴവണേട്ടൻ എൻ്റെ അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് കൊണ്ടുവന്ന ആ കൊലയിലുള്ളതാണ് ഏട്ടാ. കണ്ട, ഇതും അതിലുള്ളതാണ്. നല്ല മധുരമാണ് കഴിക്കാൻ, സെറ്റ് മധുരം. നമ്മുടെ ഇലയപ്പം തിന്നാനായിട്ട് കൊതിച്ചിരുന്ന ആൾക്ക് ഇലയപ്പം തിന്നാൻ പറ്റിയില്ല ഏട്ടാ. കടയിൽ പോവാൻ ലേറ്റായതുകൊണ്ട് ഏട്ടനും അമ്മയും പോയി. ഞാൻ ഇടയ്ക്ക് വെച്ച് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണം പോലും വെന്തിട്ടില്ലായിരുന്നു. സെൻറ്റർ ഭാഗമൊന്നും വെന്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ തിരിച്ച് വീണ്ടും അടച്ചു വെച്ച്. അപ്പോൾ നാളെ അവർക്ക് ചൂടായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെക്കാട്ടി കുറച്ച് ടേസ്റ്റ് നാളെ ആവുമെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് തിന്നാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ നീത്തിയും പോയി മുറ്റമൊക്കെ അടിച്ച് വാരി ടക്കെ ഇപ്പോൾ വന്ന് അപ്പോഴെന്താ വെന്തിട്ടൊരു സാധനം അവിടെ നിന്ന് ഗുളുഗുളുകളാ തിളയ്ക്കുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലുള്ള പഞ്ചസാര മൊത്തം ഈ ആവി കൊണ്ട് ലായനിയായിട്ട് താഴെ വെള്ളത്തിൽ പോയോന്ന് അറിയാൻ വയ്യ. ഇനി എന്തായാലും ഇത് വെന്ത് കഴിഞ്ഞിട്ട് നോക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇന്നത്തെ ഈ ടൈമിലുള്ള ചൂടിൻ്റെ കാഠിന്യം കണ്ടോ എൻ്റെ ഫേസ്. ഇത് ഞാൻ പോകാൻ കഴിവിയതൊന്നുമല്ല ഏട്ടാ. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അൺസഹിക്കബിൾ ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് എനർജി മൊത്തവും ഇങ്ങനെ അങ്ങ് പോവുക. ഈ ടൈമിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ജിമ്മിൽ പോയിട്ടില്ല. കാരണം പോയാൽ ഇനി വീണ് ചാവുമെന്നറിയാൻ വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചൂടും ശരീരം കുഴഞ്ഞു പോയാണ്. അപ്പോൾ എൻ്റെ ഈ ഇതുണ്ട്, ഇതൊന്നും വെള്ളം കോരി ഒഴിച്ചതല്ല. ഇതൊക്കെ നോക്കി ഫുൾ എൻ്റെ എനർജി ഊന്ന് പോവുകയാണ്. ചേച്ചിമാർ പഠിക്കണ അതേ അടി കൂടണ? എന്നാ വിളക്കെത്തിക്കാൻ പോവാം. അപ്പോൾ നമ്മളിനി എല്ലാവരും കുളിച്ച് റെഡിയായി വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. നമ്മളിനി ചായ ഇട്ട് നമ്മളെ ഇലയിട കഴിക്കാനായിട്ട് പോവുകയാണ്. അനിയത്തി കുളിക്കാൻ വേണ്ടി കയറി ഇപ്പോൾ ഇറങ്ങിയാലും നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഇലയിട കഴിക്കും. അല്ലേ ഈ ചോക്കോസും പാലും കുടിക്കണമെങ്കിൽ നല്ല ചൂട്. ഇതാണ് ഹെൽത്തി ഫുഡ്. ചോക്കോസും പാലും കുടിച്ചിട്ട്
നമുക്ക് ഇലയട ഉണ്ടാക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഇലയുടെയാണ് ഹെൽത്തി ഫുഡ്. ഈ ചോക്കോസ് ഹെൽത്തിയാണ് അല്ലടാ. ഓ ഇതിന്റെ കൂടെ ഒരു വാട്ടർ ബോട്ടിലും വാട്ടർ ബോട്ടിൽ അങ്ങനെ കിട്ടിയില്ലല്ലോ എനിക്ക്. കിട്ടിയില്ല. ചൂടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.